കപ്പ അരിയുന്നത് ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. ഇതാ ഇങ്ങനെ ഈ കപ്പ വാത്തിക്കകത്ത് വയ്ക്കുക. ഇതാ ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞ് കൊടുക്കുക. ഏത് സ്പീഡിലും അരിയാം. കാന്ന് മുന്നോട്ട് കഴിഞ്ഞു. ആ ഒരു കപ്പ് തീർന്നു അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത കപ്പ് എടുത്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഈ മുട്ടി മാത്രം വയ്ക്കരുതെന്ന് മാത്രം. മുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലേഡിന് കംപ്ലൈൻറ്റ് ഉണ്ടാകും. അത് വരാതിരിക്കാൻ ഈ മുട്ടി വയ്ക്കാൻ പാടില്ല. അപ്പോൾ കപ്പ് വാട്ടി ഉണങ്ങുന്നവർക്ക് വളരെ എളുപ്പമാണിത്. വളരെ എളുപ്പമായിട്ട് അറിയാം. താഴ്ത്തി വന്നിരിക്കുകയാണ്. ഇതാണ് ഇങ്ങനെ ഇതേ ഒരേ കണത്തിന് കിട്ടിക്കോളും. ഇപ്പോൾ ഇങ്ങനെ ഒരു ചാക്കലങ്ങ് എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരേ കണത്തിന് കിട്ടിക്കോളും. ഇതാ ഇങ്ങനെ ഈ പോൾക്കാനൊക്കെ ഒരുപോലെ ഇരിക്കും. ഇത് കൊപ്ര അരിയാനും ഇത് മതിയാവും. കൊപ്ര അരിയും കൊണ്ടുപോയിട്ടുണ്ട്, ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. എളുപ്പത്തിൽ വളരെ എളുപ്പമാണ്. ഒരു കപ്പ നമ്മളിപ്പോൾ കത്തി വെച്ച് അരിയാണെങ്കിൽ എത്രയോ സമയം എടുക്കും? അല്ല, ഇത് ഒരു മണിക്കൂറിൽ 100 കിലോ 150 കിലോ കപ്പ വരെ അരിയാൻ പറ്റും. ഒരു മണിക്കൂറിൽ. അപ്പം കപ്പ നമ്മൾ ഇവിടെ ഇങ്ങനെ അരിഞ്ഞിട്ടിരിക്കുകയാണ്. അടുത്തത് സവാള എങ്ങനെ അരിയാമെന്നാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് സവാള അരിയാലും കപ്പ വറുക്കാൻ ചിപ്സിന് അരിയാലും കൊള്ളാവുന്നതാണ്. അപ്പോൾ നമ്മൾ സവാള അരിയാൻ വേണ്ടി പോവാണ്. ഒരു തുള്ളി കണ്ണുനീര് പോലും പൊടിയില്ല. വളരെ എളുപ്പത്തിൽ നൈസായിട്ട് ചകചകാന്നരിഞ്ഞിടാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇങ്ങനെ അരിയാവുന്നതാണ്. ഏത് സ്പീഡിലും അരിയാം. നല്ല വേഗത്തിൽ ചകചകാന്ന് സവാള ഇങ്ങനെ താഴത്തേക്ക് വീഴുകയാണ് ഈ മുറത്തിലേക്ക്. അപ്പച്ചേട്ടൻ കണ്ടെത്തിയൊരു കിടിലൻ അടിപൊളി മെഷീനാണിത്. ഹലോ, ഇത് 2-3 വർഷമായാലും ഇത് കണ്ടുപിടിച്ചിട്ട് ഈ സവാള അരിയുന്നതിന് വേണ്ടി. ഇവിടെ വരുന്ന ആളുകൾ സവാള അരിയാനുണ്ടോ, ചിപ്സ് അരിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇത് ഞാൻ രൂപപ്പെടുത്തിയത്. ഇത് വാട്ടുകപ്പ അരിയുന്നതും ഈ മെഷീനുമായിട്ട് സെയിമാണ്. അപ്പോൾ ഇതിന് ബ്ലേഡൊക്കെ പിടിപ്പിക്കുന്നതിനൊക്കെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇത് നമുക്ക് സവാള അരിയാം, സർലാസനൊക്കെ അരിയുന്നവർ നൈസായിട്ട് ഇതുകൊണ്ട് നൈസായിട്ട് അരിയാം. കപ്പ വറുക്കാൻ അരിയാം, വാഴയ്ക്ക അരിയാം, അതുപോലെ കിഴങ്ങ് അരിയാം. അങ്ങനെയുള്ള കനം കുറഞ്ഞ എല്ലാ സാധനങ്ങളും നമുക്ക് അരിയാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ. ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഇത് ഇങ്ങോട്ട് അരിഞ്ഞാൽ അതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്ത് പിടിക്കും. മൂന്ന് സവാളയാണ് അരിഞ്ഞത്. അപ്പോൾ അതിൽ അവസാനം ഒന്നേലായി കഴിയുമ്പോൾ അടുത്ത 2 കൊണ്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ പുറകെ അങ്ങ് വെച്ച് കൊടുത്ത് കരച്ചിക്കാൻ മതി. ഏത് സ്പീഡിലും കറക്കാം. തൊടുപുഴക്കാരനാണ്. തൊടുപുഴയ്ക്കടുത്ത് മുട്ടം സ്ഥലം. ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഇത് കപ്പയാണ്. കപ്പ നല്ല വേഗത്തിൽ അരി വറുക്കാൻ ഉപയോഗിക്കുന്ന കപ്പയാണ് അല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം നമ്മളിപ്പം കാണിച്ചു തരാം. ഇതിങ്ങനെ വറുക്കാൻ നൈസായിട്ട് എരിയുന്നു. ഇത് വറുക്കാൻ ഉപയോഗിക്കുന്നു. നൈസായിട്ടുള്ള ഇത് വാട്ടുകപ്പയ്ക്കുള്ള. ഇത് വാട്ടുകപ്പയുള്ള കുറച്ചും കൂടി തടിച്ചായിട്ട് ഇത് നൈസായിട്ട് എരിയുന്നു. ഈ കണത്തിന് നമുക്ക് വാഴയ്ക്ക അരിയാം, കപ്പ അരിയാം, കിഴങ്ങ് അരിയാം. ഇത് സവാള അരിയാനും കപ്പ അരിയാനുമുള്ള മിഷൻ്റെ ചില ഭാഗങ്ങളാണ് ഈ കാണുന്ന പോലെ. ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെ വെച്ച് പെയിൻറ്റ് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞിട്ട് ആണ് ഇതിലെടുത്താണ് ബ്ലേഡ് പിടിപ്പിക്കുകയും അതിന് വെയിറ്റ് ഉണ്ട്. ഒരു മെഷീന് 10 കിലോയുടെ താഴെ വരും വെയിറ്റ്. എവിടെയെങ്കിലും നോക്കി കണ്ട് പഠിച്ചിട്ടോ ഒന്നുമല്ല. എനിക്ക് മറ്റുള്ള ആരുടെയും കോപ്പിയില്ല. ഞാൻ സ്വന്തം ആരെയും കോപ്പി അടിക്കില്ല. ആരുടെയും കോപ്പിയില്ല. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശയങ്ങൾ രൂപപ്പെടുത്തി, അത് ചിലപ്പോൾ ഒത്തിരി പൈസ മുടക്കമൊക്കെ ഉണ്ട് അത് രൂപപ്പെടുത്താൻ. അത് ചിലപ്പോൾ ഒത്തിരി നാളുകളും വേണ്ടി വരും. അപ്പോൾ അത് മാത്രമേ ഞാൻ പുറത്തേക്ക് വിടാറുള്ളൂ. ഞാൻ മറ്റുള്ളവരുടെയും ഇങ്ങനെ കോപ്പി എടുത്ത് ഉണ്ടാക്കാറില്ല. ഇതാണ് ചക്ക മുറിക്കുന്നത്. ഇത് ചക്ക ഇത് ഇവിടെ കയറ്റി വയ്ക്കുക. ഇതുകൊണ്ടൊന്ന് അമർത്തുക. അപ്പോൾ അത് എത്ര ചെറിയ പീസായിട്ടും നമുക്ക് ചക്ക ഇതൊന്നും മുറിക്കാവുന്നതാണ്. ചക്കയെ മുറിക്കാൻ പറ്റുള്ളൂ. വലിയ കടുപ്പുള്ള തേങ്ങയൊന്നും മുറിക്കാനൊന്നും പറ്റില്ല. ഓരോ വർഷവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഉണ്ടാക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകം ഇന്നതുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കും. ഇത് എല്ലാവർക്കും ഈസിയാണ്. നമ്മൾ ഈ കോടാലിക്കൊക്കെ വെട്ടിമുറിക്കുന്ന ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പം വീണ്ടും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ലെന്ന് വരാം.